വാഹനം കത്തിക്കാൻ ശ്രമിച്ചതായി പരാതി. രാജകുമാരി വില്ലേജ് ഓഫീസിന് സമീപത്താണ് സംഭവം. വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിന് സാമൂഹ്യവിരുദ്ധർ തീയിടാൻ ശ്രമിച്ചുവെന്നാണ് പരാതി. രാജകുമാരിയിലെ വ്യാപാരിയായ കൊല്ലാർമാലി ജോയിയുടെ വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്കാണ് തീയിടാൻ ശ്രമിച്ചത്. സംഭവത്തിൽ ജോയി രാജാക്കാട് പോലീസിൽ പരാതി നൽകി. രാജകുമാരി വില്ലേജ് ഓഫീസ് പരിസരത്ത് സാമൂഹ്യവിരുദ്ധരുടെ ശല്യം രൂക്ഷമെന്ന പരാതി. കഴിഞ്ഞ ദിവസം ഇവിടെ വീട്ടുമുറ്റത്തെ ഷെഡിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് സമീപം കരിയിലകളും മാലിന്യവും കൂട്ടിയിട്ട് കത്തിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ലോറി ഉടമയായ വ്യാപാരി രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ലോറിയുടെ അടിയിലേക്ക് ലോറിയോടെ മുന്നോട്ട് കയറി കിടന്നേ ലോറിയുടെ അടിയിലേക്ക് ചപ്പും മറ്റുള്ള കരിയിലകളും മറ്റുള്ള സാധനങ്ങൾ വാരിയിട്ട് തീ കത്തിക്കുകയാണെന്ന് പറഞ്ഞ് അറിയിച്ചു. ഞാൻ ഓടി വരുമ്പോൾ ഇവിടെയാണ് തീ കത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ഈ വണ്ടിയുടെ ഉള്ളിലേക്ക് തീ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ വെള്ളം എടുത്തുകൊണ്ടെന്ന് നനച്ച് തീ കെടുത്തിയതിന് ശേഷം പെട്ടെന്ന് തന്നെ പിന്നെ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും മറ്റുള്ളവരെ അറിയിക്കുകയും ആൾക്കാരൊക്കെ വരികയും അങ്ങനെ തീ കെടുത്തിയതിന് ശേഷം ഇന്ന് ഞാൻ രാവിലെ പരാതി കൊടുത്തു. പരാതി കൊടുക്കുന്ന സമയം വരെ ഇതിൻ്റെ ഇവിടെ വരെ ചപ്പ് വാരി ഇങ്ങനെ കയറ്റി വെച്ച് തീ കത്തിയേക്ക് പറഞ്ഞു. അതെല്ലാം പരാതിക്ക് ശേഷം ഇപ്പോൾ എടുത്ത് മാറ്റി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അന്ന് തീ കെടുത്തിയ കാരണമാണ് എൻ്റെ വീട് നിലനിന്നത്. ഇപ്പോൾ എൻ്റെ ഈ വണ്ടി കത്തിച്ച് കഴിയുമ്പോൾ അടുത്തുള്ള സംഭവങ്ങൾ കയറി പെരയും കത്തിപ്പോയി ഇവിടെ നാശം സംഭവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെ 10:30 വരെ ഇവിടെ ഈ വേസ്റ്റ് കൂടി ഉണ്ടായിരുന്നു, ഈ വാരിയിട്ട് വേസ്റ്റ് ഉണ്ടായിരുന്നു. 10:30 ശേഷം ഞാൻ സർക്കിളിൻ്റെ അടുത്ത് പോയി പരാതി കൊടുത്തതിന് ശേഷം ഇത് മാറ്റി ഇവിടുത്തെ തീ മാറ്റി ബുധനാഴ്ച വൈകുന്നേരം 7-നാണ് സംഭവം. കൊല്ലാർമാലിൽ ജോയിയുടെ വീടിന് മുന്നിലുള്ള ഷെഡിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് സമീപത്താണ് കരിയിലയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കൂട്ടിയിട്ട് തീ കത്തിക്കുവാൻ ഒരാൾ ശ്രമിച്ചത്. വീട്ടുമുറ്റത്ത് പുക ഉയരുന്ന കണ്ട് ജോയിയുടെ ഭാര്യ ജോലിക്കാരെ വിളിച്ച് തീയണച്ചതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. 4 വർഷം മുമ്പ് ജോയിയുടെ വീടിനോട് ചേർന്നുണ്ടായിരുന്ന ഏലം സ്റ്റോറിന് ദുരൂഹ സാഹചര്യത്തിൽ തീ പിടിച്ചിരുന്നു. 400 കിലോഗ്രാം ഉണക്ക ഏലക്കയാണ് അന്ന് കത്തി നശിച്ചത്. ജോയിയുടെ വീടിനും നാശനഷ്ടം സംഭവിച്ചിരുന്നു. നാട്ടുകാർ ഇടപെട്ട് തീയണച്ചത് കൊണ്ടാണ് അന്നും ദുരന്തം ഒഴിവായത്. ഇപ്പം ഇന്നലെ, അതായത് 11-ാം തീയതി ഇന്നലെ രാത്രി 7 മണിയായ സമയത്ത് എൻ്റെ ലോറി പാർക്ക് ചെയ്തിരിക്കുന്ന ലോറിയുടെ അടിയിൽ കുറച്ച് ചപ്പുകളും കടലാസും മറ്റുള്ള ഐറ്റംസുകൾ, തീ പെട്ടെന്ന് കത്താൻ പറ്റുന്ന ഐറ്റംസുകൾ, അതായത് ചപ്പുകളെല്ലാം വാരി കൂട്ടി വെച്ചതിന് ശേഷം എൻ്റെ ലോറിയുടെ അടിയിൽ തീ കത്തിക്കണം കണ്ടു. അപ്പോൾ ഈ തീ കത്തുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ വെള്ളം ഇവിടെ നിന്ന് കടയിലേക്ക് വെള്ളം അടിക്കുന്നതായിരുന്നു. അപ്പോൾ ആ വെള്ളം തിരിക്കാണ്ട് വന്നപ്പോൾ തീ കത്തണ പെണ്ണും ഭാര്യ പോയി നോക്കിയപ്പോൾ വണ്ടിയുടെ ഇടയിൽ തീ എത്തിയപ്പോൾ എന്നെ പെട്ടെന്ന് അറിയിക്കുകയും ഞാൻ ഓടി വന്ന് തീ കടത്തിയതിന് ശേഷം നോക്കിയപ്പോൾ ഇത് ആരാണെന്നുള്ളതായിരുന്നു നമ്മൾ CC ക്യാമറ നോക്കി കണ്ടുപിടിക്കാനിരിക്കും. അപ്പോൾ ഇതിങ്ങനെ നോക്കി കഴിഞ്ഞ് തീ കടത്തിയതിന് ശേഷം പെട്ടെന്ന് തന്നെ ഞാൻ രാജാക്കാട് സർക്കിൾ ഇൻസ്പെക്ടറെ അറിയിക്കുകയും അദ്ദേഹം 2 പോലീസുകാരെ അവിടെ നിന്ന് അയച്ചുവിടുകയും പോലീസുകാരിവിടെ വന്നപ്പോൾ അടുത്തുള്ള വീടുകളിലൊക്കെ കയറി സംസാരിച്ചിട്ടുണ്ട്. അവർ പ്രതിയെ വലിയ താമസിക്കാണ്ട് പിടിക്കുമെന്ന് തോന്നുന്നു. ഇപ്പം എൻ്റെ വണ്ടി ഭാഗികമായിട്ട് കുറച്ച് കത്തിയിട്ടുണ്ട് അടിഭാഗത്ത്. വണ്ടിയുടെ കുറേ അടിഭാഗത്തൊക്കെ വയറിങ്ങിനൊക്കെ കുറേ കംപ്ലൈൻറ്റുകൾ വന്നിട്ടുണ്ട്. വണ്ടി ഇങ്ങനെ കത്തിച്ച് ഇങ്ങനെ തീ വെച്ചിരിക്കുകയാണ്. അപ്പോൾ രാജാക്കാട് സ്റ്റേഷനിൽ ഇന്ന് രാവിലെ ഞാൻ പരാതിയായിട്ട് ചെന്നപ്പോൾ തൊട്ടടുത്ത് താമസിക്കുന്ന പൈലി എന്ന് പറയുന്ന ഒരാളെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ വന്നപ്പോൾ സർക്കിൾ വേറെ ഒരു അർജൻറ്റ് കാരണം സംസാരിക്കാൻ പറ്റില്ല, നാളെ രാവിലെ 10 മണിക്ക് വരണം എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു വിട്ടേക്കുമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇവിടെ തീ കത്തിച്ചിരിക്കുന്ന ആ സാധനങ്ങളെ വേസ്റ്റ് എല്ലാം മാറ്റിയും അവിടെ മണ്ണ് വെട്ടി എല്ലാം ലെവൽ ചെയ്ത് ഭയങ്കരമായിട്ട് പുള്ളി അതൊരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ പല പ്രാവശ്യങ്ങൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്ത് ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് CC ക്യാമറ വെച്ചിരിക്കുന്നത്. CC ക്യാമറയുടെ ഇത് ഇൻപുട്ട് എടുക്കാവുന്നതാണ്. അത് നോക്കി നമുക്ക് ഇതിനകത്ത് പ്രതിയെ എത്രയും പെട്ടെന്ന് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഈ വിനീതമായിട്ട് പോലീസിനോട് അഭ്യർത്ഥിക്കുകയാണ്. 2 ആഴ്ച മുമ്പ് ജോയിയുടെ വീടിന്റെ മുൻഭാഗത്തുകൂടി കടന്നുപോകുന്ന റോഡിൽ നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനവും ദുരൂഹ സാഹചര്യത്തിൽ കത്തി നശിച്ചിരുന്നു. രാജകുമാരി വില്ലേജ് ഓഫീസിന്റെ പിൻഭാഗത്തേക്കും തീ പടർന്നിരുന്നു. ജോയിയും കൂടെയുണ്ടായിരുന്ന അതിഥി തൊഴിലാളികളും ചേർന്നാണ് അന്നും തീ അണച്ചത്. ബുധനാഴ്ച വീടിന് സമീപം തീയിട്ടയാളുടെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് ജോയി പറയുന്നത്. സംഭവത്തിൽ രാജാക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.